ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ അഗ്നിപഥ് റദ്ദാക്കുമെന്ന കോൺഗ്രസ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കില്ല, മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിടുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ഉള്ളടക്കം. രോഹിണി, ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് സോണിയ, അതോടൊപ്പം തന്നെ രാഹുൽ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ ചേർന്നാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇതിൽ പ്രധാനമായി പറയുന്ന ചില കാര്യങ്ങൾ: ഒന്ന്, രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അഗ്നിപഥ് സ്കീം തങ്ങൾ അധികാരത്തിലെത്തിയാൽ റദ്ദാക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാരാണ് അഗ്നിപഥ് എന്ന രീതിയിൽ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അത് പുതിയ രീതിയിൽ, പ്രത്യേകിച്ച് യുവാക്കളെ കൂടുതലായി സൈന്യത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിലൊരു സ്കീം മുന്നോട്ട് വെച്ചത്. ഇത് പൂർണ്ണമായി റദ്ദാക്കുമെന്ന് കോൺഗ്രസിന്റെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നതാണ് ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മണിപ്പൂരിലത്തെ ഇപ്പോഴത്തെ സർക്കാരിനെ പിരിച്ചുവിടും എന്നാണ് വ്യക്തമാക്കുന്നത്. മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുന്നത്. നമുക്കറിയാം, മുൻപും കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലിരുന്നപ്പോഴാണ് കേരളത്തിലെ EMS സർക്കാരിനെ ഉൾപ്പെടെ പിരിച്ചുവിട്ടിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. അടുത്ത കാലത്ത് പാർലമെന്റിൽ പ്രധാനമന്ത്രി തന്നെ ഒരു പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയത് കോൺഗ്രസ് രാജ്യത്ത് 100-ലധികം സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഈ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നത് അധികാരത്തിൽ വന്നാൽ ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുത്ത മണിപ്പൂരിലെ സർക്കാരിനെ പിരിച്ചുവിടും എന്നുള്ളതാണ്. ഒപ്പം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2029 മുതൽ ഒരുമിച്ച് നടത്തുമെന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. BJP ഓരോ ചുവടും അതിന് മുന്നോട്ട് വെച്ചുകൊണ്ട് സൈമൾട്ടേനിയസ് എലക്ഷൻ എന്ന ആശയം നടപ്പാക്കാൻ പോവുകയാണ് 2029 മുതൽ. ഇത് അംഗീകരിക്കില്ലെന്നും ഇത് നടപ്പാക്കുന്നത് ഒഴിവാക്കുമെന്നാണ് ഈ പ്രകടന പത്രിക വിശദീകരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.